ആഗോള യുദ്ധ പ്രതിസന്ധികളെ കാറ്റിൽ പറത്തി ആഭ്യന്തര ഓഹരി വിപണിയിൽ വൻ മുന്നേറ്റം. ലോകത്തിന്റെ വിവിധ കോണുകളിൽ യുദ്ധഭീതിയും ഭൗമരാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളും കനത്തു നിൽക്കുമ്പോഴും അതിനെയെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇന്ത്യൻ ഓഹരി വിപണിയിൽ വൻ കുതിച്ചുചാട്ടം. ആഗോളതലത്തിലെ പ്രതിസന്ധി വാർത്തകൾ കണ്ട് നിക്ഷേപർ കൂട്ടത്തോടെ ഓഹരികൾ വിറ്റഴിക്കുമെന്ന പൊതുവായ വിലയിരുത്തലുകളെ അപ്പാടെ തിരുത്തിക്കുറിച്ചാണ് ഇന്ന് ആഭ്യന്തര സൂചികകൾ ശക്തമായ നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചത്. സാധാരണഗതിയിൽ ആഗോള യുദ്ധവാർത്തകൾ വിപണിയിൽ വലിയ തോതിലുള്ള വിൽപ്പന സമ്മർദ്ദമാണ് ഉണ്ടാക്കാറുള്ളത്. എന്നാൽ ഇത്തവണ ഇന്ത്യൻ വിപണി ഈ പ്രതിസന്ധികളെയെല്ലാം വളരെ പോസിറ്റീവായാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് വിപണിയുടെ ഈ അപ്രതീക്ഷിത മുന്നേറ്റത്തിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ? ഓഹരി വിപണിയെ സംബന്ധിച്ചിടത്തോളം കേവലം യുദ്ധവാർത്തകൾ മാത്രമല്ല അതിന്റെ ദിശ നിർണ്ണയിക്കുന്നത്. മറിച്ച് ഇത്തരം സംഘർഷങ്ങൾ ആഗോള ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ എത്രത്തോളം ആഴത്തിൽ ബാധിക്കും എന്നതാണ് നിക്ഷേപകർ പ്രധാനമായും ഉറ്റുനോക്കുന്നത്. നിലവിലെ ആഗോള സാഹചര്യത്തിൽ വലിയൊരു സാമ്പത്തിക തകർച്ചയ്ക്കോ അല്ലെങ്കിൽ ഉൽപ്പാദന മേഖലയിലെ സ്തംഭനാവസ്ഥയിലേക്കോ ഉള്ള സൂചനകളില്ലെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഈ ഒരു തിരിച്ചറിവ് നിക്ഷേപകരുടെ ആത്മവിശ്വാസം ഉയർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. മാത്രമല്ല, നിലവിലുള്ള അന്താരാഷ്ട്ര സംഘർഷങ്ങളെ വിപണി മുൻകൂട്ടി തന്നെ വിലയിരുത്തിയിരുന്നു. പ്രതീക്ഷിച്ചതിലും ഗുരുതരമായ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങാത്തതുമൂലം വിപണിയിലെ ആശങ്കകൾ ഒഴിഞ്ഞുപോവുകയും നിക്ഷേപകർ വീണ്ടും സജീവമായി ഓഹരികൾ വാങ്ങാൻ മുന്നോട്ട് വരികയുമായിരുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച ഏറ്റവും നിർണായകമായ ഒന്നാണ് അസംസ്കൃത എണ്ണ അഥവാ ക്രൂഡ് ഓയിലിന്റെ വില. ഇന്ത്യ ഭൂരിഭാഗം എണ്ണയും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിനാൽ ആഗോള വിപണിയിൽ എണ്ണവില വർദ്ധിച്ചാൽ അത് രാജ്യത്തെ പണപ്പെരുപ്പത്തിനും കമ്പനികളുടെ ഉൽപ്പാദന ചെലവ് ഉയരുന്നതിനും കാരണമാകും. എന്നാൽ നിലവിലെ യുദ്ധ സാഹചര്യങ്ങളിലും ക്രൂഡ് ഓയിൽ വില വലിയ തോതിൽ ഉയരാതെ സ്ഥിരതയാർന്നു നിൽക്കുന്നത് വിപണിക്ക് വലിയൊരു ആശ്വാസമായി മാറി. ഇന്നത്തെ വിപണി മുന്നേറ്റത്തിന് ഏറ്റവും വലിയ ഊർജ്ജം പകർന്നത് രാജ്യത്തെ IT മേഖലയാണ്. പ്രമുഖ IT കമ്പനികൾ തങ്ങളുടെ പുതിയ പാദഫലങ്ങൾ പുറത്തുവിട്ടതോടെ വിപണിയിൽ വലിയ ഉണർവാണ് പ്രകടമായത്. പ്രത്യേകിച്ച് രാജ്യത്തെ ഏറ്റവും വലിയ IT സേവനദാതാക്കളായ TCSന്റെ മികച്ച പ്രവർത്തന ഫലങ്ങളാണ് വിപണിയുടെ മുഖച്ഛായ മാറ്റിയത്. TCSന്റെ വരുമാനത്തിലുണ്ടായ മികച്ച വളർച്ചയും പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള കമ്പനിയുടെ മുന്നേറ്റവും നിക്ഷേപകരെ ആകർഷിച്ചു. ഇതേ തുടർന്ന് വിപണിയിൽ IT ഓഹരികൾക്കായി വലിയ തോതിലുള്ള വാങ്ങൽ ദൃശ്യമായി. നിഫ്റ്റി IT സൂചിക മാത്രം ഇന്നത്തെ വ്യാപാരത്തിൽ 4% നേട്ടമാണ് കൈവരിച്ചത്. TCSന് പുറമെ ഇൻഫോസിസ്, HCL ടെക്, വിപ്രോ തുടങ്ങിയ മറ്റു മുൻനിര IT ഓഹരികളിലും വലിയ മുന്നേറ്റം പ്രകടമായിട്ടുണ്ട്. ആഭ്യന്തര വിപണിക്ക് കൂടുതൽ കരുത്തു പകരുന്ന മറ്റൊരു പ്രധാന ഘടകം വിദേശ നിക്ഷേപകരുടെ ശക്തമായ പിന്തുണയാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ മാത്രം വിദേശ നിക്ഷേപകർ $1 ബില്യൺ മൂല്യമുള്ള ഓഹരികളാണ് ഇന്ത്യൻ വിപണിയിൽ നിന്ന് വാങ്ങിക്കൂട്ടിയത്. 2025 ജൂണിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന പ്രതിവാര നിക്ഷേപമായിട്ടാണ് പ്രധാന വിപണി വിദഗ്ധർ ഇതിനെ കണക്കാക്കുന്നത്. ഇന്ത്യൻ ഓഹരികളുടെ ആകർഷകമായ മൂല്യനിർണ്ണയവും മികച്ച കമ്പനികളുടെ വളർച്ചാ സാധ്യതകളുമാണ് വിദേശ നിക്ഷേപകരെ വീണ്ടും ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നത്. ബാങ്കിംഗ്, ഫിനാൻഷ്യൽ മേഖലകളിലും വിദേശ നിക്ഷേപത്തിൽ വലിയ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിലെ സൂചികകൾ ശുഭസൂചനയാണ് നൽകുന്നതെങ്കിലും ആഗോള വിപണിയിലെ സംഘർഷ സാധ്യതകൾ ഇപ്പോഴും പൂർണ്ണമായി ഒഴിഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും നിക്ഷേപകർ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ പുറത്തു വരാനിരിക്കുന്ന മറ്റ് IT കമ്പനികളുടെ പാദഫലങ്ങൾ, അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണവിലയുടെ നീക്കങ്ങൾ, ആഗോള വിപണിയിലെ പൊതുവായ പ്രവണതകൾ എന്നിവയെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ നിഫ്റ്റിയുടെയും സെൻസെക്സിന്റെയും ദിശ നിർണ്ണയിക്കുന്നതിൽ പ്രധാന ഘടകങ്ങളാകും.